ഹലോ, ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ കുറച്ച് സുന്ദരിമാർ വന്നിട്ടുണ്ട്. നമ്മളെ ഈ സ്നോ വൈറ്റും പിന്നെ കലേഡിയാണ് കേട്ടോ വന്നത്. ഒരുപാടൊന്നുമില്ല. സ്നോ വൈറ്റ് ഒരു 10-11 ഫോട്ടോകളുണ്ടാവും. ഇത് അധികം ഇല്ല കേട്ടോ. 2 ബുഷി പോട്ടും പിന്നെ സിംഗിളൊക്കെയാണുള്ളത്. നോക്കിക്കേ, നല്ല അടിപൊളി കളറല്ലേ. ഇതിപ്പം വെയിലും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു കളറിനൊരു ചിലതിനൊക്കെ മങ്ങലുണ്ട്. ആദ്യം വന്ന ഇലകൾക്കൊക്കെ ഒന്ന് കളറൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. നല്ല റെഡാട്ടോ, നല്ല അടിപൊളി പ്ലാന്റുമാണ്. ചെറിയ തൈയൊന്നുമല്ല. പിന്നെ ഇതാ നമ്മളെ സ്നോ വൈറ്റ് സുന്ദരികളും കണ്ടില്ലേ, ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റുകളാട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. നേരിട്ട് വരാനാണെങ്കിൽ കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണയിൽ അത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതുപോലെ റോഡ് സൈഡിലാട്ടോ. പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് റോഡ് സൈഡിലാണെങ്കിലും സ്ഥലമൊക്കെ അറിയേണ്ടതുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. പറ്റുമെങ്കിൽ പരമാവധി രാവിലെ ഒക്കെ വരാൻ നോക്കുക. ഒരു 10-11 മണിക്കുള്ളിലെങ്കിലും വരാൻ നോക്കുക. കാരണം ഞങ്ങളൊക്കെ കടയിൽ പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ നമുക്കത് ഇടയ്ക്ക് കടയിൽ നിന്ന് എപ്പോഴും ഒരുപാടായിരിക്കില്ല. തിരക്കുള്ള സമയമൊക്കെയാണ്, നമുക്ക് ഇറങ്ങി പോരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം പരമാവധി തലേന്നേ വിളിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഞായർ. അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെയുള്ള സുന്ദരികളാണ്. ഇതൊന്നും അധികമല്ല കേട്ടോ. പെട്ടെന്ന് ഇത് തീരുന്നൊരു പ്ലാന്റുമാണ്. നല്ല അടിപൊളി വലിയ അത്യാവശ്യത കണ്ടില്ലേ, ഇത്രയും സൈസുള്ള പ്ലാന്റാണ്, ചെറുതൊന്നുമല്ല. പിന്നെ ഇതാ നമ്മൾ ഈ സ്നോ വൈറ്റിനെയൊക്കെ നമ്മളൊരു അടുത്ത പോട്ടിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ ഇത്ര തന്നെ ബുഷിയായിട്ട് വീണ്ടും ഉണ്ടാട്ടോ. ഇതിപ്പം ചെറിയ ചട്ടിയിലായതുകൊണ്ട് ഇവർക്ക് തിങ്ങി നിറഞ്ഞ് നിൽക്കുക. നമ്മൾ ചട്ടി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ബുഷി ഇങ്ങനെ കൂടി വരികയും ചെയ്യും. പുതിയ ഷൂട്ടുകളൊക്കെ വരും. അപ്പോൾ ആകെ 11 പോട്ടുകളേ ഉള്ളൂ കേട്ടോ ഈ സ്നോ വൈറ്റ്. ഇതിന് മുന്നേ ഒക്കെ കാണിച്ചില്ലേ, ഒരുപാട് വലിയ പോട്ടല്ലായിരുന്നോ. അപ്പം കുറേ പേർക്ക് ചെറുത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുത് ഞങ്ങൾ സംഘടിപ്പിച്ചതാട്ടോ. അപ്പോൾ ഇത് ഇത്രയും പ്ലാന്റുകൾ തന്നെയുള്ളൂ. പിന്നെയൊക്കെ ഇനി നമുക്ക് സിംഗിൾ ഷൂട്ടൊക്കെ കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ സ്നോ വൈറ്റ്. അപ്പോൾ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ള ഈ ഇല അടിപൊളിയല്ലേ. നമ്മൾ എന്തായാലും ഒരു നമ്മളെ ഗാർഡനിലൊക്കെ ഇങ്ങനത്തെ ഒന്ന് എന്തായാലും വേണ്ടതാണ്. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ വെയിലിനനുസരിച്ച് കളറിനൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. വെയിൽ കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചൊക്കെ. അപ്പോൾ ഈ കളറിനൊക്കെ കണ്ടില്ലേ, ഇത് നല്ല ചുവപ്പുണ്ട്, അല്ലെങ്കിൽ കളറ് കുറഞ്ഞ് വന്നതൊക്കെ ഉണ്ട് കേട്ടോ. മെറൂൺ കളറിലും നല്ല റെഡാട്ടോ. അത് ഫസ്റ്റിൽ പച്ച ഇലയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സുന്ദരികളാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കൊറിയർ ചെയ്യുമ്പം കറക്റ്റ് ഫോൺ നമ്പർ തരണം. കാരണം ഇപ്പോൾ 2 ചെടികളായി തിരിച്ചു വരുന്നത്. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നില്ല. അവർ 2 ദിവസമൊന്നും അവർ അവിടെ ചെടി വെക്കൊന്നുമില്ല. പിന്നെ ഇതാ ഈ സുന്ദരികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് അഡ്രസ്സ് തന്നിട്ടില്ലെങ്കിൽ, അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ടില്ലെങ്കിൽ, ഫോൺ നമ്പറാണ് മെയിൻ. അതിൽ നിങ്ങളെ വിളിച്ചാൽ അവർക്ക് കിട്ടണം. അത് കിട്ടാഞ്ഞിട്ട് 2 ചെടികളാണ് ഇപ്പം തിരിച്ചു വന്നത്. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം അങ്ങോട്ട് തന്നെ വരാൻ 2 ദിവസം, പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടായിട്ട് അവർ അവിടെ ഒരു ദിവസം വെക്കും, തിരിച്ച് ഇങ്ങോട്ട് 2 ദിവസം, അങ്ങനെ എല്ലാം കൂടെ ഒരാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഞായറും വരുന്നത്. അപ്പോഴത്തെ ചെടിയെല്ലാം കേടാവും. ഞാൻ കാണിച്ചു തരാം, ചെടി തിരിച്ചു വന്ന ചെടി കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലുള്ള കുറച്ച് സുന്ദരികളോട് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ ശശികലേച്ചിൻ്റെ നമ്പറാണ് തരുന്നത്. എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളാം. ഒരുപാടൊന്നുമില്ല കേട്ടോ. നോക്കിക്കേ, നല്ല അടിപൊളി ഒരു അഗ്ലോണിമയാണ്. ഇത് പച്ചയാണോ സിൽവറാണോ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറാട്ടോ. നല്ല അടിപൊളിയാണ്. ഇതാ നല്ല ഹെൽത്തിയായ ഷൂട്ടുമാണ്. അപ്പോൾ വേണ്ടവരൊക്കെ, ഇതൊന്നും ഒരുപാടില്ല, 5-6 പ്ലാന്റേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു കലാത്തിയ. അപ്പം വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളുക. നമ്മുടെ ബോക്സർ സുന്ദരികൾ ഏതാട്ടോ ഒരു 4-5 ചട്ടിയൂടി ഉണ്ട്. വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളുക. പിന്നെ ഇതാ അവിടെ കുറച്ച് കലാത്തിയ സുന്ദരികളുണ്ട് കേട്ടോ. ഇതും ബുഷി പോട്ടാണ്. സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരൊക്കെ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. ഒരുപാട് മെസ്സേജ് വന്നിട്ട് ഇത് ആവശ്യമുള്ളവരുടെ മെസ്സേജൊക്കെ ഒരുപാട് താഴോട്ട് പോവുകയാണ്. കൊറിയർ DTDCയും പ്രൊഫഷണലും പോസ്റ്റിലൊക്കെ ആയിട്ട് അയച്ചു തരുന്ന കേട്ടോ. ഇവിടെ ഇന്നിപ്പോൾ സെയിൽ വീഡിയോ ശരിക്കും 100ൻ്റെ ഇടാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ശശികലേച്ചിക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. ആരോ കണ്ണ് വെച്ചതാണോ ഒന്നും അറിയില്ല. എന്തായാലും ചെറിയൊരു ക്ഷീണത്തിലാണ്. അപ്പോൾ ഞങ്ങൾ നാളെയൊക്കെ ആയിട്ട് സെയിൽ വീഡിയോ ഇടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പോട്ട് കുറേ പ്രാവശ്യം ബുഷിയായിട്ട് വെച്ചിന്. ഞങ്ങൾ അതിനൊരു 3 ആക്കിയിട്ടോ. അന്നേരം ആരോ ഒരാൾ ബുഷി പോട്ട് ചോദിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഇത് 3 കൂടി ഒന്നിച്ച് തന്നെ ആക്കിയിട്ട് തരുന്നതായിരിക്കും. നമ്മൾ ബുഷി പോട്ട് 3 ആക്കിയാലും വീണ്ടും ഒന്നിച്ച് വെച്ചാലും അത് ബുഷി പോട്ട് പോലെ തന്നെയാണ്. വേണ്ടവർ പറഞ്ഞാൽ മതി. പിന്നെ ഇതാ കുറച്ച് ഇതുപോലത്തെയൊക്കെ കലാത്തിയ കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല. ചിലതൊക്കെ ഒറ്റ പോട്ടേ ഉള്ളൂ. ചിലത് ബുഷിയിൽ നിന്ന് ഞങ്ങൾ സിംഗിളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ തിരിച്ച് വന്ന ചെടീൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണണം കേട്ടോ. ഇതിപ്പം ഒരാഴ്ചയായി ചെടി അങ്ങോട്ട്
പോന്നു. അവിടെ 2 ദിവസം നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന അതിൻ്റെ ഇടയ്ക്ക് ഞായർ. അങ്ങനെ ആ ചെടി ഇന്നലെ എത്തിയപ്പോഴത്തേക്ക് ആ ചെടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കാരണം ഇത് ലൈവ് പ്ലാന്റ് അല്ലേ, അങ്ങനെ നമുക്ക് ഇങ്ങനെ, കാരണം അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് നമ്പർ നിങ്ങൾക്ക് ചിലർക്ക് വാട്സപ്പ് നമ്പർ ആയിരിക്കും, അതിൽ വിളിച്ചാൽ കിട്ടാത്തത് ഉണ്ടാവും. കണ്ടോ, ഈ ചെടി ഇങ്ങനെ ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ തിരിച്ചെത്തിയത്. അപ്പം കറക്റ്റ് ഫോൺ നമ്പറും അതുപോലെ കറക്റ്റ് പിന്നും ഒക്കെ തരിക. ചിലതൊക്കെ ചെടി അത് കാരണം തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം, അതുവഴി തന്നെ പിൻകോഡും. ചിലരുടെ പിന്ന് നമ്മളെ പോസ്റ്റലിൻ്റെ പിന്നായിരിക്കും, നിങ്ങളെ അടുത്തുള്ള DTDCൻ്റെ കൊറിയറിൻ്റെ പിന്ന് തന്നെ കറക്റ്റ് തരണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2 നമ്പർ തന്നാലും കുഴപ്പമില്ല. അപ്പം ചിലർക്ക് വാട്സപ്പ് നമ്പർ ആയിരിക്കും, നമുക്കറിയില്ല അത് വാട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. നമ്പർ തരാഞ്ഞാൽ നമ്മൾ ആ നമ്പർ അതിൽ എഴുതുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്പർ കറക്റ്റ് തരാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലുള്ള ചെടികൾ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളാം. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.